ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നോമ്പ് ഏഴിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ മോർണിംഗ് അത്താഴത്തിന് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എന്നത്തെയും പോലെ തന്നെയാണ് ഗൈസ്. ഉറക്കമൊന്നും ശരിയാവാറില്ല കേട്ടോ, കാരണം ലേറ്റായിട്ടാണ് ഉറങ്ങാറ്. അങ്ങനെ വേഗം പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷ് ആയിട്ട് ഇതാ ചായ കുടിക്കാൻ കേട്ടോ. ചായയും പിന്നെ തലേന്നത്തെ കുറച്ച് സ്നാക്സ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതുമാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, കയറി ഫോളോ ചെയ്യാം കേട്ടോ. പിന്നെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റു. അങ്ങനെ ഇതാ ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രഷൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോസൊക്കെ ഷൂട്ടാക്കി ഇനി പഠിച്ച് വരാൻ വേണ്ടിയിട്ട് പോകട്ടോ. ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ, അതായത് സ്നാക്സൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേഗം ക്ലീനിങ് ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ ഇതാ പെട്ടെന്ന് തന്നെ അടിച്ചു വരാണ് കേട്ടോ. അടിച്ചു വാരി കഴിഞ്ഞപ്പോഴേക്കാണെങ്കിൽ നല്ല ടയേർഡായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ടൈം ഇതാ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കേട്ടോ. കുറേ ടൈം ഇങ്ങനെ ഇരുന്ന് പിന്നെ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് കിച്ചണിലേക്ക് ജസ്റ്റ് പോയപ്പം ധാനിയത്തി ഇവിടുന്ന് മയോണൈസൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ കാര്യമായിട്ട് എന്തോ കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. നല്ല ടയേർഡായതുകൊണ്ട് കുറച്ച് ടൈം ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇതാ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ മേലൊരു പാത്രം കൂടി ഉണ്ടായിരുന്നു, അതൊരു ചിക്കൻ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴേക്ക് ഇതാ ഇവിടെ ഈ ഒരു സംഭവമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവൾ ബർഗർ ആക്കാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവാന്ന്. അങ്ങനെ ഫ്രഷായി വന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുളിച്ചപ്പാണെങ്കിൽ എൻ്റെ പൊന്നെ എന്തൊരു സുഖമായിരുന്നു എന്നറിയോ. അങ്ങനെ ഇതാ നിസ്കാരവും കഴിഞ്ഞു, ഖുറാനോത്തും കഴിഞ്ഞു. ഞാൻ കിച്ചണിലേക്ക് പോയപ്പോൾ അവൾ ബർഗർ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളെ തട്ടിക്കൂട്ട് ബർഗർ അതാട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി അതൊക്കെ പ്ലേറ്റിൽ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈമും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ ആണ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് സ്നാക്സ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറൈറ്റി സ്നാക്സ് ഒക്കെ ആയിരുന്നു അതിലുണ്ടായത് കേട്ടോ. പിന്നെ അതാ ഇവിടുന്ന് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു ചിക്കൻ്റെ സ്പെഷ്യൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കൊട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ മീറ്റ് ഫുള്ള് നമ്മൾ ബർഗറിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന കൊട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മൾ നോമ്പെടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. നമ്മൾ വത്തക്ക, അതുപോലെ തന്നെ വാട്ടർമെലൺ ജ്യൂസ്, സ്നാക്സൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നോമ്പ് തുറ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. വത്തക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കല്ലുമ്മക്കായ അർച്ചട, മിനി പോക്കറ്റ് ഷവർമ, മിനി പിസ്സ, നമ്മുടെ ബർഗർ, പിന്നെ ഈത്തപ്പഴമുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യലായിട്ടുള്ളത്. അങ്ങനെ വാങ്ങിക്കൊടുത്തു. അൽഹംദുലില്ലാ നോമ്പ് തുറന്നു കേട്ടോ. ജ്യൂസ് പിടിക്കുകയാണ്. ജ്യൂസിൽ തണുപ്പ് കുറവായതുകൊണ്ട് ഇച്ചിരി കുഴപ്പമുണ്ടായിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതാ കല്ലുമ്മക്കായൊക്കെ കഴിക്കുകയാണ്. എല്ലാ സ്നാക്സും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ നോമ്പൊക്കെ തുറന്ന് നിസ്കരിച്ച് ഞാൻ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണേ. പുറത്ത് എവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷോപ്പിൽ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ മുതലേ കഴിക്കാനൊരു പൂതി, അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പോൾ ഇതാ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. നല്ല വലിയ ആളെപ്പോലെ നല്ല രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് ദൂരമേ ഉള്ളൂ. അവിടെ എത്തി നോക്കുമ്പോഴേക്കാണെങ്കിൽ അവിടെ നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ. ഇത് അങ്ങോട്ടാണ് ഷോപ്പ് വരുന്നത്. ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറി നിന്നിട്ട് അനിയത്തീനെ അയച്ചിട്ടോ നൈസായിട്ട്. അപ്പോൾ അങ്ങനെ ഇതാ 2 പാക്കറ്റ് നിറച്ച സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലുള്ളത് മാങ്ങ, ക്യാരറ്റ്, നെല്ലിക്കയാണ്. പിന്നെ ലൊട്ടക്കച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിയായിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ വീട്ടിലെത്തി നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ട ബിരിയാണി ആയിരുന്നു, കുക്കറിലാട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ ഇതാ നമ്മൾ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഒരു ഉപ്പിലിട്ട ഐറ്റംസിൻ്റെ മുകളിൽ കുറച്ച് കച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പുളിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഇത് മന്തിയാണ് കേട്ടോ. നമ്മൾ ഡിന്നറായിട്ട് കഴിക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ മന്തി കഴിക്കാൻ വിചാരിച്ചു. മുട്ട ബിരിയാണി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് അത് അങ്ങോട്ട് കൊണ്ടുകൊടുത്തു. അങ്ങനെ ഇതാ അടിപൊളിയായിട്ട് മന്തിയൊക്കെ കഴിച്ച് പിന്നെ കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ ചെറുപയറിട്ട കഞ്ഞി ഉണ്ടാക്കാറ്, ഇവർ ചെറുപയർ യൂസ് ചെയ്ത കഞ്ഞി കേട്ടോ കൊണ്ട് തന്നെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് വയറൊക്കെ ഫുള്ളായിട്ട് കുറേ സമയം ഇങ്ങനെ ഇരുന്നിട്ടോ. അങ്ങനെ ഇതാ പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ.